ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ടെറസ് കിച്ചണിൽ തന്നെയാണ്. പക്ഷെ ഒരു നാടൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നാടനാണെങ്കിൽ ഞാൻ താഴത്തെ കൊച്ചടുക്കളയിലായിരിക്കും. പക്ഷെ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നാടൻ ഇവിടെയും ചെയ്യാമല്ലോ. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു 4 മണി പലഹാരം, അതായത് കൊഴുക്കട്ട. ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാം ബ്ലോഗ്സിൽ നമ്മൾ അകത്ത് തേങ്ങയും ശർക്കരയും വെച്ചാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് കൊഴുക്കട്ട തന്നെ ഉണ്ടാക്കാൻ സ്റ്റീംഡാണ്, അതുകൊണ്ട് ഹെൽത്തിയാണ്, ഭയങ്കര നല്ലതല്ലേ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ വ്യത്യാസം ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ശർക്കര കഴിച്ച് കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 കപ്പ് അരിപ്പൊടിയിൽ വറുത്ത അരിപ്പൊടി, അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ അങ്ങനത്തെ തരിയില്ലാണ്ടുള്ള അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മാവ് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഓക്കെ, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും. അത് കഴിഞ്ഞാൽ അകത്ത് വയ്ക്കുന്ന പണ്ടം എന്ന് പറയുമ്പോൾ തേങ്ങ, ശർക്കര, കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കും, ഇത്രേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പല പല മാറ്റങ്ങളോടുകൂടി ചെയ്യാം. പഴം വയ്ക്കാം, അവൽ വയ്ക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ ഇത് സാധാ സിമ്പിൾ മെത്തേഡ്. ഓക്കെ, തുടങ്ങിയാലോ. അടുപ്പ് കത്തിക്കട്ടെ. ഒരു 3 കപ്പ് റൈസ് ഫ്ലവർ, അതായത് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തരിയില്ലാത്ത ഇടിയപ്പം, പത്തിരി, അപ്പം അതിന് പാകത്തിനുള്ള വറുത്ത അരിപ്പൊടി. ഇനി അതിനെ കണക്കാക്കിയിട്ട് ഞാനൊരു 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അളന്നൊഴിക്കാം, നോക്കിക്കോളൂ. കറക്റ്റ് 4 കപ്പ് വെള്ളം, 240 ml 4 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ കുറച്ചുകൂടി ഇട്ട്, വേണമെങ്കിൽ അല്പം കൂടി പിന്നെ ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. തീ അല്പം കുറയ്ക്കട്ടെ. തീ നന്നായിട്ട് കുറയ്ക്കാം. എന്നിട്ട് പൊടി റെഡിയാണ്. വറുത്ത പൊടി നിർബന്ധമായിട്ടും വറുത്ത പൊടി തന്നെ ആയിരിക്കണം. പെട്ടെന്ന് തന്നെ കൈയെടുക്കാണ്ട് ഇളക്കാം. മാവ് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരല്പം നെയ്യും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം, നമ്മുടെ ഇഷ്ടത്തിന്. എന്നിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ആ സമയത്ത് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും ആ ഒരു സ്റ്റേജ്. പെട്ടെന്ന് തന്നെ ആകും. ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മറുതോപ്പെടുത്തി എടുക്കാം. ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ്, എന്നാലും നമ്മൾ കുഴച്ച് റെഡിയാക്കുന്നൊരു രീതിയുണ്ടല്ലോ, അതുപോലെ ആക്കാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന അത്രയും ചൂടായി കഴിഞ്ഞു. ഇനി ഞാനത് കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി എന്തായാലും വേണം. നമ്മളൊരു കാലും കുറച്ചുകൂടി അല്ലേ ഇട്ടുള്ളൂ. ഇനി 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് കുഴയ്ക്കുമല്ലോ, ആ സമയത്ത് എല്ലായിടത്തേക്കും ഉപ്പ് കയറും. കുഴപ്പമില്ല. വെള്ളത്തിൽ വേണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മളൊരു 1/4 ടീസ്പൂണോ ഉപ്പിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അതൊരു റിസ്ക് തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. കുറച്ച് ചൂടുണ്ട് കേട്ടോ, എന്നാലും ഞാൻ ഇത്ര ചൂടൊന്നും കുഴപ്പമില്ലായിരിക്കും. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഒരല്പം നെയ്യും കൂടി ഞാൻ ചേർക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ടോട്ടലി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കഴിയും. അത്ര വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്താൽ ടേസ്റ്റാണ്, അത് വേറെ കാര്യം. നല്ല ഒരു ഡോ ആയിട്ട് മാറിക്കഴിഞ്ഞു, കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കൊഴുക്കട്ടയുടെ ഡോ. ഇത് ഞാൻ പാത്രം അടച്ച് സൂക്ഷിച്ച് വെക്കാൻ പോകും. റെഡിയാണ്. ഇതങ്ങനെ ഒരുപാട് തണുത്ത് പോകണ്ട, കുറച്ചൊരു സോഫ്റ്റായിട്ടിരിക്കട്ടെ. നല്ല രീതിയിൽ ചെറു ചൂടോടുകൂടി ഇരിക്കും. പാത്രം ഞാനൊന്ന് അടച്ചു വയ്ക്കാം. ഇനി അകത്തേക്കുള്ള പണ്ടം തയ്യാറാക്കണ്ടേ. ഇതിപ്പോൾ ഒരു 2 ഉണ്ട ശർക്കര ചീകി എടുത്തതാണ്. ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പ് നിറച്ച് ഉണ്ടാവും. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം മതി വെച്ചിട്ട് ആദ്യം ഒന്ന് ഉരുക്കാം. ഇത് 2 വലിയ ഉണ്ട് ശർക്കര, മീഡിയം സൈസ് ഉണ്ട് ശർക്കര. അപ്പോൾ ഏകദേശം 2 കപ്പ് ശർക്കര ചീകിയതെന്ന് പറയാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കട്ടെ. നന്നായിട്ടൊന്ന് ഉരുകട്ടെ. തീ ഓഫ് ചെയ്യുന്നു.
ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഈ ഒരു പത അടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ലെയർ പോലെ വരും. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി മാറ്റണം. അത് സാധാരണ അഴുക്കുള്ള ശർക്കര അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കണം. അപ്പോൾ ശർക്കര ഒരുക്കിയത് ഇനി അരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നു. എന്നിട്ട് അതിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഏതാണ്ട് 1 നൂൽ പാകം ആകാറാകുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് തേങ്ങ, അതായത് 2 കപ്പ് തേങ്ങ ചെറുകിന്ന് വയ്ക്കോളൂ. അങ്ങനെ ഇത് നോക്കിക്കോളൂ. ശർക്കര ഞാനിപ്പോൾ അരിച്ചാണ് ഒഴിക്കുന്നത്. അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുന്നത്. കുറേ അഴുക്ക് എന്തായാലും ഉണ്ടാകും. ഇങ്ങനത്തെ ശർക്കരയിലെല്ലാം അഴുക്കുണ്ട്. ഇത് കറുത്ത ശർക്കര, വൈറ്റല്ല. തീ ഒരല്പം കുറച്ച് കൊടുക്കണോ? ഇത് നോക്കിയേ, അഴുക്ക് നോക്കിയേ, ഇത്രയും അഴുക്ക് കിട്ടി. ഫുൾ അഴുക്കല്ല എങ്കിലും കുറേ അഴുക്കാണ്, മണ്ണും കല്ലും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് ഇതിപ്പോൾ 1 നൂലായിട്ടില്ല, അതിന് മുന്നേ തന്നെ കൊഴുത്ത് വരുന്ന സമയത്ത് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം. 2 കപ്പ് തേങ്ങ നിറച്ചുണ്ട്. ഇനി ഇത് രണ്ടും കൂടി കിടന്നൊന്ന് റെഡിയായി വരും. ആവശ്യത്തിന് ടൈറ്റായി വരുമ്പോൾ ഇത് 1 നൂലൊക്കെ ആയിട്ട് റെഡിയായി വരും. തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ഒന്നിച്ച്. ഇനി വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടി ടൈറ്റായി നമ്മുടെ ശർക്കര ഒരു നൂൽ പാക് പോലെ ആകുമ്പോൾ ഇതിലിങ്ങനെ പിടിച്ചിരിക്കും. അതാണ് നമുക്ക് വേണ്ട പാകം. അത് ശർക്കരയെല്ലാം നല്ല ടൈറ്റായി വരുന്നു. അപ്പോൾ ഇത് 1 നൂൽ പാകം ആയിക്കോളും, ഇതിൻ്റെ കൂടെ കിടന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നമുക്ക് അറിയാനും പറ്റും ഏത് സമയത്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഒന്ന് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യും. പിന്നെ അല്പം നേരം സമയം തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് പാകത്തിനിരിക്കും. ഫില്ലിങ് വിൽ ബി റെഡി. ഇത് നോക്കിയാൽ പിന്നെ ഇതിലാണ് ചിലപ്പോൾ അവൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർക്കല്ല, ഒന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചാൽ അതൊന്ന് സോഫ്റ്റാകും. അവൽ ചേർക്കാൻ വേണമെങ്കിൽ കുറച്ച്, പിന്നെ വേണമെങ്കിൽ പഴം ചെറുതായി നുറുക്കിയിടാം. പിന്നെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് മാത്രം ഇടാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ഓരോരോ വേരിയേഷൻസ്. ഇതൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ശർക്കരയും തേങ്ങയും കൂടി ഇങ്ങനെ വരട്ടി ഇങ്ങനെ ആ രീതിയിൽ എടുക്കില്ല. വെറുതെ തേങ്ങ ചിരകി ഇപ്പോൾ അവൽ നനയ്ക്കാനൊക്കെ ചെയ്യില്ല, അതുപോലെ ശർക്കരയും ചീകി കൈ കൊണ്ടൊന്ന് ഞെകിടിയിട്ട് ഇച്ചിരി ഏലക്കയും ചതച്ചിട്ടിട്ട് ഇങ്ങനെ കൊഴുക്കട്ട ഉരുട്ടി പരത്തി അതിനകത്തേക്ക് വെച്ചിട്ട് ബൗൾ പിടിക്കുക. പഞ്ചസാരയും തേങ്ങയും വെച്ച് സ്റ്റഫിങ് ആക്കാം. അതിനൊന്നും ഈ വെറുതെയും ചെയ്യുന്നവരുണ്ട് എളുപ്പത്തിന്. പിന്നെ ഇതുപോലെ വരട്ടി ചെയ്താൽ കൂടുതൽ സ്വാദാണ്. ചില ഗണപതി പോലെ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ പഴവങ്ങാടി ഗണപതി പോലൊക്കെ നമ്മൾ നേർച്ച കൊടുക്കും. വിനായക ചതുർത്ഥി സമയത്ത് മാത്രമല്ല, എപ്പോഴാണെങ്കിലും അവിടെ ഉണ്ണിയപ്പം, പിന്നെന്താ പറയുക, മോദകം, പിന്നെ കൊഴുക്കട്ട, ഇതൊക്കെ ഗണപതിയുടെ പ്രസാദമാണ്. മാല ആയിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പമാല, കൊഴുക്കട്ട മാല ഒക്കെ. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഇതുപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ വറട്ടിയൊക്കെ ചെയ്യുന്ന പോലെയുള്ള കൊഴുക്കട്ടയൊക്കെ ഉണ്ടാകും. അങ്ങനെ ദൈവത്തിന് നമ്മളിങ്ങനെ നേദിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അത്രത്തോളം ദൈവത്തിൻ്റെ അത്രയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഈ ഒരു പാറ്റേൺ ആണ്. അതുപോലെ അകത്ത് വരട്ടിയാണ് വെക്കുന്നത്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ടൈറ്റായിട്ട് തുടങ്ങി. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി. അപ്പോൾ ഈ തേങ്ങയും കൂടെ കിടന്നിങ്ങനെ ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ശരിക്കും നന്നായിട്ട് തേങ്ങയിൽ ആ ശർക്കരയുടെ സ്വാദൊക്കെ പിടിക്കും. പിന്നെ ഏലക്കാപ്പൊടി ഓൾറെഡി ഞാൻ ചേർത്ത് കഴിഞ്ഞതുകൊണ്ട് അതും നന്നായിട്ട് ഇതിലേക്ക് റെഡിയായി വരും. ഒരല്പം നെയ്യ് ഇതിനകത്തും കൂടി ഒഴിച്ചാൽ കേമായി. അതാണ് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം 1 ടീസ്പൂൺ അത്ര മതി. ഇതൊക്കെ ഓപ്ഷണലാണ്, ഞാനിത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നെയ്യ് ഭയങ്കര ആരോഗ്യത്തിന് ഹാനികരമായുള്ള കാര്യമെല്ലാം നല്ലതാണ്, കുഴപ്പമില്ല. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിനകത്തൊരു ചൂടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാകും. അപ്പോൾ പണ്ടം ഈസ് ഓൾസോ റെഡി. അല്പം ഒന്ന് തണുക്കട്ടെ, അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം സെറ്റാണ്. ഇനി മാവ് റെഡിയാണ്, അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാണ്. ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. സ്റ്റീമർ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ സ്റ്റീമർ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചു സ്റ്റീമറിൽ. ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാവ് റെഡി, ചെറിയ ചൂടോടുകൂടി ഇരിക്കുന്നു. പണ്ടം റെഡി. ഇതിനകത്ത് ഞാൻ വേറെ ഒരു ആഡംബരവും കാണിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ശർക്കര തേങ്ങയും ഏലക്കാപ്പൊടിയും മാത്രം. 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി തുടങ്ങിയാലോ? ഓക്കെ. ചെറിയ കൊഴുക്കട്ട ഉണ്ടാക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിൽ ഉള്ള ഉണ്ട എടുക്കാം. ഇതൊരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇരിക്കും നല്ലതായിട്ട്. ഇത് ടോട്ടലായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും മാവിന്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം.
എന്ത് സോഫ്റ്റ് അറിയോ. ഈ ഒരു രീതിയിലാണ് മാവ് എടുക്കേണ്ടത്. ഇനി ഈ കാര്യത്തിൽ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ വെള്ളമോ എന്തെങ്കിലും തടവിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കയ്യിലൊരൽപ്പം നെയ്യ് തടവുന്നു. എന്നിട്ട് ആദ്യം ഒരു കുഴി ഉണ്ടാക്കാം ഇങ്ങനെ. എന്നിട്ട് ഒരു കപ്പ് പോലത്തെ കണ്ടില്ലേ, ഇങ്ങനെ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ ആകാം. സൈസ് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് എത്ര വേണം അതനുസരിച്ച്, അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാക്സിമം അത്ര മതി. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എക്സസ് വരികയാണെങ്കിൽ ഇങ്ങനെ പിച്ചി മാറ്റുകയും ചെയ്യാം. ഇതത്ര ഇല്ല എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കറക്റ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം, ഒരു ഗ്യാപ്പും വേണ്ട. എന്നിട്ടിങ്ങനെ വീണ്ടും നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് ബലമൊന്നും കൊടുക്കാണ്ട് ചെറുതായിട്ടിങ്ങനെ റോൾ ചെയ്യാം. നമ്മുടെ കൊഴുക്കട്ട ഈസ് റെഡി വിത്ത് ദ ഫില്ലിംഗ്. ഒരു ഗ്യാപ്പും ഇല്ല. സീ, എവറിത്തിങ് ഈസ് സീൽഡ്. റൗണ്ട് ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കയ്യിൽ ഒട്ടാതെ ചെയ്യുന്നതാണ് നല്ലത്. ഒട്ടുന്നു എന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ വെള്ളത്തിൽ കൈ മുക്കി ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് ചെയ്യുക. പണ്ട് ഒരുപാടായാലും ഭയങ്കര ടൂ മച്ച് ഓഫ് സ്വീറ്റ് പോലെ നമുക്ക് തോന്നും. അത് വേണ്ട, അത് ശ്രദ്ധിച്ചാൽ മതി. ക്ലോസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇച്ചിരി എക്സസ് മാവ് കിട്ടിയല്ലോ, അതിനെ ഇങ്ങനെ പിൻ ചെയ്ത് എടുക്കുക. ഇത്രയും മാറ്റാം. അപ്പോൾ കറക്റ്റ് തിന്നായിട്ടുള്ളൊരു ക്രസ്റ്റായിട്ട് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്താൽ മതി. അങ്ങനെ കൊഴുക്കട്ട എല്ലാം തന്നെ നമ്മൾ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഏതാണ്ട് ഒരു 35 കൊഴുക്കട്ട. കുറച്ചുകൂടി ചെറുതാക്കുകയാണെങ്കിൽ 40 വരെയും കിട്ടും. ഓക്കെ, ഇതൊരു മീഡിയം, ഒരു നാരങ്ങ വലിപ്പത്തിൽ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വരുമ്പോൾ എക്സസ് വരുന്ന മാവ് ഞാൻ പറഞ്ഞില്ല, അതിങ്ങനെ എടുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ക്രസ്റ്റും അകത്ത് നിറച്ച് ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ അതെ, ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിരിക്കുമായിരുന്നു. ഇത് ഉരുട്ടിയെടുക്കാനുള്ള സമയം മാത്രമാണ് നമുക്ക് എക്സസ് ആകുന്നത്. പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇനി കൊഴുക്കട്ടകളെല്ലാം ഇതിനകത്തേക്ക് വയ്ക്കാം, സ്റ്റീമറിനകത്ത്. ഓക്കെ, ഒരു 15 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും അത് കറക്റ്റ്, ഇത് ഹാഫ് കുക്ക്ഡാണ്, ഓൾമോസ്റ്റ് കുക്ക്ഡാണ് അതിൻ്റെ മാവ്, എങ്കിലും ഒരു 15 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡിയാണ്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. ചൂടോടുകൂടി നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കൊഴുക്കട്ട ഈസ് റെഡി. അടിപൊളിയായിട്ട് സ്റ്റീംഡായിട്ട് വന്നിട്ടുണ്ട്. ചൂട് പോയിട്ടില്ല. ഞാനിവിടെ ഓക്കെ ഒരു സ്പൂൺ വെച്ചിട്ടെടുക്കാം. ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര ചൂടോടുകൂടി മുറിച്ചിരിക്കുകയാണ് ഞാൻ. നൈസ് ഫില്ലിങ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കവറിങ്. ഒരു ഫുൾ സെറ്റ് എടുത്തു. ഇനി അടുത്തൊരു സെറ്റ് ഞാൻ കുറച്ച് കൊഴുക്കട്ടാസ് മാറ്റി വെച്ചിരുന്നു. ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് സ്റ്റീം ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെക്കൻഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ആദ്യത്തെ സെറ്റ് ഇസ് റെഡി. ദേ, രണ്ടായിട്ട് മുറിച്ച് വയ്ക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തണുക്കുകയും ചെയ്യുമല്ലോ. ഭയങ്കര ചൂടായിരുന്നു. കഴിക്കട്ടെ, കഴിക്കാൻ പോണു. ഓക്കേ, ഞാൻ എൻ്റെ കൊഴുക്കട്ട എടുക്കുന്നു. എൻ്റെ ഫേവററ്റ് പലഹാരങ്ങളൊന്നാണ് ഈ നാടൻ. നമ്മൾ പണ്ട് പറയും തുറു വെച്ച കൊഴുക്കട്ട എന്ന് പറയും. അകത്ത് തുറു വയ്ക്കുക എന്നാണ് പറയുന്നത്. ഇത് കൊളോക്കിയലായിട്ട് ട്രിവാൻഡ്രം സൈഡിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. പണ്ടം നിറച്ച കൊഴുക്കട്ട. ആഹാ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല.
ടേസ്റ്റി സോഫ്റ്റ് കവറിങ് ആണ്, അകത്ത് നല്ല സോഫ്റ്റ് ടേസ്റ്റി ഫില്ലിങ്. സന്തോഷമായി. ആവശ്യത്തിന് ഫില്ലിംഗ് ഉണ്ട്. ഇത്രയും മാവിന് ഈ ഫില്ലിംഗ് ധാരാളം മതി. നമ്മൾ കുറച്ച് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ വെച്ചാൽ മതി. കാര്യം എന്താ നോക്കിയില്ലേ, നോക്കൂ അതിൻ്റെ കവറിങ്ങിനകത്ത് ആവശ്യം പോലെ പണ്ടുള്ളതുപോലെ തോന്നില്ലേ, അല്ലെങ്കിൽ ഓവർ സ്വീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിന് ഫീൽ ചെയ്യാത്ത, അതായത് പുറമേ ഉള്ള കവറിങ്ങും ഇതും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഫില്ലിങ് വയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാം റെഡി. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം, ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടാക്കുക. ഉണ്ടാക്കാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറട്ടെ. ഈ ഒരു പ്രപ്പോർഷനിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു അളവാണെങ്കിൽ ഒരു 35 കൊഴുക്കട്ടാസ് ഉണ്ടാവും ഈ സൈസിൽ, ഒരു വലിയ നാരങ്ങയുടെ സൈസ്. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ പകുതിയാക്കുക പോർഷൻ. 1.5 കപ്പ് അരിപ്പൊടിയും, വറുത്തരിപ്പൊടി, തരിയില്ലാത്ത അരിപ്പൊടി, ഫൈൻ പൗഡർ, അതുപോലെ നമ്മളതിൽ ചേർക്കുന്ന വെള്ളം നേരെ പകുതി, 2 കപ്സ് ഓഫ് ബോയിലിംഗ് വാട്ടറിലേക്ക് ഇട്ടാണ് നമ്മൾ ഇളക്കുന്നത്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കാര്യം നോക്കണ്ട. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയവും മാർദ്ദവും ഉണ്ടാവണം, ക്രാക്കൊന്നും ഉണ്ടാവരുത്. കുഴയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതൊരു ഡ്രൈ ആയി പോകണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ AC ഉള്ള റൂം ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ മാവിൻ്റെ വെള്ളം ഒരു നനഞ്ഞ തുണി ഇട്ട് വയ്ക്കുക. ഓക്കെ, ഡ്രൈ ആകാണ്ടിരിക്കുക. അഥവാ ഡ്രൈ ആയി പോയി തോന്നുന്നത് ഇച്ചിരി ചൂടുവെള്ളം ശക്കല ഒഴിച്ച് കൈ കൊണ്ടൊന്ന് മയപ്പെടുത്തി എടുത്താൽ മതി ആ റോൾ ചെയ്യുന്നതിൻ്റെ സമയത്ത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സിലേക്ക് ഓടി വരിക, കുറേ കാര്യങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ സെക്കൻഡ് ബാച്ചും കൂടെ റെഡി ആകുമ്പോൾ ഞാൻ ഇത് ക്ലിയർ ചെയ്യും. വേറൊന്നും ചെയ്യില്ല. ഇനി എന്താ പറയുക, അടുത്ത വീഡിയോ ഞാൻ ഇന്ന് തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കമൻറ്റ് ബോക്സിൽ വരാൻ മറക്കണ്ട. പിന്നെ വേറെ ചെയ്യാനുള്ള കാര്യം, ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.